ഹായ് ഓൾ, ബേക്സ് ആൻഡ് ട്രീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷായ രസ്മലായി ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന രാസ്മലായിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത്, ഞാൻ മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻസാണ് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് പാല് 1.5 ലിറ്ററാണ്. പിന്നെ നമുക്ക് ഷുഗർ വേണ്ടത്, എല്ലാം ഞാൻ മൊത്തത്തിലുള്ള അളവാണ് പറയുന്നത്. ഷുഗർ നമുക്ക് വേണ്ടത് 1 കപ്പ് പ്ലസ് 1.5 കപ്പ്. പിന്നെ വാട്ടർ അതേപോലെ തന്നെ 2 കപ്പും 2 ടേബിൾ സ്പൂണും. വിനിഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് അത് 2 ടേബിൾ സ്പൂൺ. കോൺഫ്ലോർ 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ, അത് 1 നുള്ള്. പിന്നെ നമുക്ക് വേണ്ടത് പിസ്തായും ബദാമും ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഏകദേശം 2 to 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് വളരെ കുറച്ച് സാഫ്രോണും അല്പം ഏലക്ക പൊടിച്ചതും. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അത് 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്, 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനിഗർ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടി തിളപ്പിക്കണം. പാലിപ്പം നന്നായിട്ട് തിളയ്ക്കാനായിട്ടുള്ള ആരംഭമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാല് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഈ മിക്സ് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിപ്പം നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വിനിഗറും വാട്ടറും കൂടെയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു കുറച്ച് നേരം കൂടി ഇത് തിളപ്പിക്കാം. നന്നായിട്ട് പിരിഞ്ഞ് അതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സീവ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു നൈസായിട്ടുള്ള കോട്ടൺ തുണി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണം നമുക്ക് അരിച്ചൊഴിക്കാനായിട്ട്. ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിത് വാഷ് ചെയ്തെടുക്കണം. ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മളിത് തോരാനായിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം. അത് എവിടെയെങ്കിലും നമ്മൾ ടാപ്പിൻ്റെ സൈഡിലോ വല്ലതും നമുക്ക് സ്ലിങ് ചെയ്തിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. വെള്ളം തോർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിൽ 1.5 ലിറ്റർ പാലിൽ ഞാൻ 1 ലിറ്റർ പാലായിരുന്നു പിരിക്കാനായിട്ട് എടുത്തിരുന്നത്. ബാക്കി 1/2 ലിറ്റർ പാലുണ്ട്, അത് നമ്മൾ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രാസ്മലായിയുടെ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ഇത്. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാഫ്രോണും അല്പം ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ബദാമും പിസ്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാഫ്രോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് സാഫ്രോൺ മാത്രം മതി കേട്ടോ. അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിസ്ത കട്ട് ചെയ്തതും ബദാമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ യെല്ലോ ഫുഡ് കളർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വളരെ ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാര കൂടിയാണ്. പാല് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏലക്കായുടെയും സാഫ്രോണിൻ്റെയും ഒക്കെ മണം നല്ലപോലെ വരുന്നുണ്ട്. രാസ്മലായിയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഏലക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാസ്മലായിയുടെ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനത് നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വറ്റിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വറ്റിക്കേണ്ട. അപ്പോൾ എനിക്ക് കുറച്ച് സിറപ്പ് മതി, അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ നല്ല വെള്ളമൊക്കെ തോർന്ന് നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും ഞാനിത് നന്നായിട്ടിത് നീഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിതിനെ ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി പരത്തി വയ്ക്കാം. നിങ്ങൾക്ക് വേണ്ട വലുപ്പം അനുസരിച്ച് നമുക്കത് പരത്തിയെടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഉരുളകളാക്കി ഉരുട്ടിയതെല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ചാര പാനി ഉണ്ടാക്കി അതിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. പാനി നന്നായി തിളച്ച് തുടങ്ങിയ ശേഷം മാത്രം നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചാരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ രാസ്മലായി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറി ഇത് കുക്കായി വരുമ്പോൾ നല്ല കുറച്ചും കൂടി വീർത്ത് വരും, നല്ല പഫി ആയിട്ട് വരും. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഞാൻ കോരി അല്പം തണുത്ത വെള്ളത്തിലേക്കാണ് ഇത് ഇടുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ ശേഷം മാറ്റി വെക്കാം. ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.